മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ആഗസ്റ്റ് 6 വ്യാഴം. ജനാധിപത്യ സംവിധാനത്തിൽ ജനത്തിൻ്റെ അവസാന പിടിവള്ളിയാണ് ജുഡീഷ്യറി. നീതിയും ന്യായവുമാണ് അതിൻ്റെ ആണിക്കല്ലുകൾ. സുതാര്യതയാണ് മുഖമുദ്ര. ജുഡീഷ്യറിക്ക് സംഭവിക്കുന്ന ചെറുപിഴവുകൾ പോലും ജനത്തെ നിരാശയിലേക്കും അമർഷത്തിലേക്കും തള്ളിവിടും എന്ന ആശങ്ക പങ്കുവെക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. നീതി ഒളിവിലല്ല, വെളിച്ചത്ത് നിൽക്കട്ടെ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വന്നുപെട്ട അനാരോഗ്യത്തെക്കുറിച്ച് ഈയിടെ പുറത്തുവന്ന റിപ്പോർട്ട് അസുഖകരമായ അനേകം ചോദ്യങ്ങൾ ഉയർത്തുന്നു. നീതിന്യായ രംഗത്തെ നയനിലപാടുകൾ രൂപപ്പെടുത്തുന്ന വിധി സെന്റർ ഫോർ ലീഗൽ പോളിസിയുടെ സംരംഭമായ ജസ്റ്റിസ് ആക്സസ് ആൻഡ് ലോവറിംഗ് ഡിലേ ഇൻ ഇന്ത്യ തയ്യാറാക്കിയ ജുഡീഷ്യൽ ട്രാൻസ്പെറൻസി ഇൻഡെക്സ് അഥവാ JTI റിപ്പോർട്ട് രാജ്യത്തെ കോടതി വ്യവഹാരങ്ങളും നിയമനങ്ങളും മറ്റു നടപടികളും മതിയായ അത്ര സുതാര്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നിരീക്ഷണത്തിലേക്ക് ജൽദി എത്തിയത്. കോടതികളിൽ നടന്നുവരുന്ന നിയമവ്യവഹാരങ്ങൾ, സ്ഥാപന ഭരണവും നടത്തിപ്പും, ന്യായാധിപരും അഭിഭാഷകരും നടത്തിപ്പുകാരായ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ജുഡീഷ്യൽ സമൂഹത്തെക്കുറിച്ച് പൊതുമണ്ഡലത്തിലുള്ള വിവരങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 3 മാസത്തെ സ്ഥിതിവിവരങ്ങൾ വെച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് കോടതി നടപടികൾ വെളിപ്പെടുത്തുന്നതിൽ മിക്ക കോടതികളും സാമാന്യത്തിനപ്പുറം പോകുന്നില്ല എന്നാണ്. 13 ഹൈക്കോടതികളാണ് നടപടികൾ വെബ്സൈറ്റുകളിൽ പരിമിതമായ തോതിൽ ലൈവ് സംപ്രേഷണത്തിന് മുതിരുന്നത്. അവയിൽ 4 എണ്ണം 3/4 പങ്ക് ഇടപാടുകളും ലൈവായി നൽകുന്നുണ്ട്. 25 ഹൈക്കോടതികൾ അവരുടെ കേസ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ 8 എണ്ണമാണ് 24 മണിക്കൂർ മുമ്പ് പട്ടിക പുറത്തുവിടുന്നത്. 8 ഹൈക്കോടതികൾ മാത്രമേ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കേണ്ട വിധം സംബന്ധിച്ച നയം രൂപപ്പെടുത്തിയിട്ടുള്ളൂ. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയുടെ മുഴുവൻ വിവരങ്ങളും പ്രസിദ്ധീകരിച്ചത് 11 ഹൈക്കോടതികളാണ്. വിവരാവകാശ നിയമമനുസരിച്ച വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ 25 ഹൈക്കോടതികളിൽ 15ഉം അത് RTI നിയമത്തിൻ്റെ പരിധി വിട്ടുകടക്കരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇന്നോളം വാർഷിക ബജറ്റ് തയ്യാറാക്കാത്ത 8 കോടതികളുണ്ട്. 813 ഹൈക്കോടതി ജഡ്ജിമാരുള്ളതിൽ 87 പേർ മാത്രമാണ് സ്വന്തം ആസ്തികൾ വെളിപ്പെടുത്തിയത്. ജില്ലാ ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരായ നടപടികൾ 2 ഹൈക്കോടതികളെ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. ജനാധിപത്യ സംവിധാനത്തിൽ ജനത്തിൻ്റെ അവസാനത്തെ പിടിവള്ളിയാണ് ജുഡീഷ്യറി. നീതിയും ന്യായവുമാണ് അതിൻ്റെ ആണിക്കല്ലുകൾ. സുതാര്യതയാണ് മുഖമുദ്ര. ഭരണകൂടം ഫാഷിസ്റ്റ് ഇരുമ്പുമറക്കുള്ളിൽ വസ്തുതകളെയും വ്യക്തികളെയും ഇരുട്ടിൽ നിർത്തുമ്പോൾ അത് പൊളിച്ചു മറ നീക്കി പൗരാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കോടതികളുടേതാണ്. നീതിന്യായ സംവിധാനം അതിന് മുതിരുമ്പോൾ ജനത്തിന് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല. അതേസമയം ജുഡീഷ്യറിക്ക് സംഭവിക്കുന്ന ചെറുപിഴവുകൾ പോലും ജനത്തെ നിരാശയിലേക്കും അമർഷത്തിലേക്കും തള്ളിവിടും എന്നതിനും ഇന്ത്യ കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യം വഹിച്ചു. ജൽദി റിപ്പോർട്ട് പ്രസിദ്ധീകരണ സന്ദർഭത്തിൽ കോടതികൾ സുതാര്യമാവേണ്ട അനിവാര്യത സുപ്രീം കോടതിയിലെ പ്രമുഖ ന്യായാധിപൻ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ ഊന്നിപ്പറഞ്ഞു. സുതാര്യതയിൽ പുലരുന്നത് കോടതി വിധികളുടെ നീതിനിഷ്ഠ കൂടിയാണ്. കോടതികളിൽ എന്ത് നടക്കുന്നുവെന്നും ആരാണ് തങ്ങളെ വിധിക്കുന്ന ന്യായാധിപർ എന്നും അറിയാൻ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്നാണ് ഉജ്ജൽ ഭുയാന്റെ വാദം. ജഡ്ജിമാരുടെ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും സംബന്ധിച്ച സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ നിരീക്ഷണങ്ങളും നിരൂപണങ്ങളും ഇപ്പോഴും രഹസ്യ സ്വഭാവത്തിലാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ കൊളീജിയത്തിന് മുന്നിൽ വരുന്ന ശുപാർശകൾ തള്ളാനോ മാറ്റിവെക്കാനോ ഉള്ള കാരണങ്ങളും വെളിപ്പെടാതെ പോവുകയാണ്. ദേശസുരക്ഷയുടെ പേരു പറഞ്ഞ് കേസുകളിൽ മുദ്രവെച്ച കവർ ഭരണകൂടം കോടതിക്ക് കൈമാറുന്ന പതിവ് തുടരുന്നതിനെയും സുപ്രീം കോടതി ജസ്റ്റിസ് വിമർശിച്ചു. കോടതികളിലേക്ക് ഗവൺമെൻറ് കോൺസൽമാരുടെയും ഇതര ഉദ്യോഗസ്ഥരുടെയും നിയമനങ്ങൾ മെറിറ്റ് നോക്കിയും സുതാര്യതയോടെയും വേണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നിലവിലിരിക്കെ തന്നെ അടുത്ത കാലത്ത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയും അലഹബാദ് ഹൈക്കോടതിയും നിയമനങ്ങളുടെ മാനദണ്ഡം വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയുണ്ടായി.
അഭിഭാഷക ബന്ധുക്കൾക്ക് കോടതി ചേംബറുകൾ അനുവദിക്കുന്നതിലെ അന്യായം ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കപ്പെട്ടു. 2 വർഷം മുമ്പ് രാജസ്ഥാനിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രാജിവെച്ചത് നിയമനത്തിൽ സ്വജനപക്ഷപാതം ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ്. സുപ്രീം കോടതിയിൽ 650 അഭിഭാഷകർ കേന്ദ്ര സർക്കാർ കോൺസൽമാരായി പാനൽ ചെയ്യപ്പെട്ടതിനെതിരെയും കോടതിയുടെ ആക്ഷേപമുയർന്നു. ന്യായാധിപരുടെ മക്കൾ തന്നെ സർക്കാർ കോൺസലായി നിയമിക്കപ്പെട്ട പരാതിയും ഈ വർഷം ഡൽഹി ഹൈക്കോടതിയിലെത്തിയിരുന്നു. നീതിയുടെ പുലർച്ച ആ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന കോടതികൾക്കു മാത്രം ബോധ്യപ്പെട്ടാൽ മതിയോ എന്നതാണ് മേൽപ്പറഞ്ഞ റിപ്പോർട്ടും സുപ്രീം കോടതി ന്യായാധിപന്റെ നിരീക്ഷണങ്ങളും ഉയർത്തുന്ന ചോദ്യം. കൃത്യമായ മാനദണ്ഡങ്ങളോടുകൂടിയ സുതാര്യത, കോടതി നിയമനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന മാനദണ്ഡങ്ങൾ, രഹസ്യാത്മകത വേണ്ടിയെടുത്ത് അത് സംരക്ഷിക്കാൻ ന്യായയുക്തമായ തീരുമാനങ്ങൾ, പൊതുതാൽപര്യം പരിഗണിക്കേണ്ടിടത്ത് കാര്യങ്ങൾ വെളിപ്പെടുത്തൽ എന്നിങ്ങനെ ചട്ടവട്ടങ്ങൾ ക്രമപ്പെടുത്തി നീതിന്യായ സംവിധാനം അന്തസ്സും പ്രതാപവും ഉയർത്തിപ്പിടിക്കണം. ധാർമ്മിക വിശുദ്ധിയുടെ മാതൃക കാഴ്ചവെക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെയാണ് മുൻകൈയെടുക്കേണ്ടത്. നീതിയെ ഒളിവിലല്ല, വെളിച്ചത്തു നിർത്തി തന്നെ വേണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ. മാധ്യമം പോഡ്കാസ്റ്റ്.